സി ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നേഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിലെ അല്ലറ ചില്ലറ പച്ചക്കറി എക്സെട്ര ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ മിനിമം വേണ്ടേ? ആ അമ്മൂമ്മ അവരോട് അന്തസ്സായിട്ട് 15 ലക്ഷം രൂപ അവർക്ക് പേ ചെയ്ത് കൊടുത്തു. അഹാന കൃഷ്ണ തൻ്റെ ഗ്രാൻഡ് പാരന്റ്, പ്രത്യേകിച്ച് അമ്മൂമ്മയെ കുറിച്ച് പറഞ്ഞ കുറേ ക്രൂഷ്യലായിട്ട് വളരെ ക്രൂവലായിട്ടുള്ള വാക്കുകളുണ്ട് കേട്ടോ. അവരെ സ്ത്രീ, ആ ലേഡി എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ അവർ പ്രസൻറ്റ് ചെയ്തത്. എന്തായാലും ഇവര് അവരുടെ ഏറ്റവും മൂത്ത ഗ്രാൻഡ് ഡോട്ടറാണ്, സിന്ധുകൃഷ്ണ എന്ന മൂത്ത മകൾക്ക് ഉണ്ടായ ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ അവരുടെ ഏറ്റവും അധികം വാത്സല്യം കിട്ടിയിട്ടുള്ളത് ഇവർക്ക് തന്നെയാവും. അത് സ്വർണമായിട്ടും പൈസയായിട്ടും വാത്സല്യമായിട്ടും ഒക്കെ ഇവർ ഓരോ ഏജിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ മറന്നിട്ട് അപ്പൂപ്പന് വേണ്ടി സ്പെൻഡ് ചെയ്ത ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ ഡേ, അന്നത്തെ ദിവസം മുഴുവൻ നശിച്ചു എന്നാണ് അവർ പറയുന്നത്. പിന്നെ അവർക്ക് ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ നമുക്ക് വേണ്ടി എത്ര ദിവസം നശിപ്പിച്ചിട്ടുണ്ടാവില്ലേ. ഇനി ആ അമ്മയെ അവർ പറയുന്ന കുറ്റം പറയുന്നത് 15 മെയിൽ നേഴ്സിനെ നിർത്തി അവരെയൊക്കെ പുറത്താക്കി, പിന്നെ ഇവരെ മോശം വാക്കുകൾ പറഞ്ഞു. ശരിയാണ്, വയസ്സായ സ്ത്രീകളുടെ മാനസികാവസ്ഥ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അസുഖങ്ങൾ, നടക്കാൻ വയ്യ, ഒരു റൂമിൽ തന്നെ തളയ്ക്കപ്പെടുന്നു, മറ്റുള്ളവരുടെ ഇടയിൽ സന്തോഷപൂർവ്വം ഇരിക്കാനാണ് വയസ്സായവർ ആഗ്രഹിക്കുക. അല്ലാതെ ഒറ്റപ്പെട്ട ഒരു മെയിൽ നേഴ്സിനെയും കൊണ്ടുവിട്ട് നിങ്ങളിവിടെ ജീവിച്ചോ എന്ന് പറയുന്ന മക്കളെയല്ല അവർ സ്നേഹിക്കുക. അപ്പോൾ ഇതൊന്നും അറിയാതെ ഒരു വയസ്സായ ഒരാൾ ഏറ്റവും ആകുലതയോട് കൂടിയിട്ട് ചിന്തിക്കേണ്ടത് മരണത്തിനെ പറ്റിയായിരിക്കും. അപ്പോൾ ആ അവസാന നാളുകളിലൊക്കെ അവർക്ക് ഏറ്റവും അധികം സന്തോഷം കൊടുക്കുന്നത് ചുറ്റുമുള്ളവർ തന്നെയാണ്. എന്തായാലും അഹാന കൃഷ്ണ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. വി നോ what all we were doing and how much my mother was spending and how exhausted she would become. ഞാൻ 1-2 ദിവസം അപ്പൂപ്പൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ, അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങൾ പോയി വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ആളായതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളങ്ങ് തളർന്നു പോവും. ഒരു ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ്, പിന്നെ വേറൊരു ചെക്കപ്പ്, പിന്നെ 1 മണിക്കൂർ എന്തെങ്കിലും ഒരു മരുന്ന് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ എൻഡോസ്കോപ്പി പോലത്തെയൊക്കെ ചെക്കപ്പ് ചെയ്യാൻ, എന്നിട്ട് അത് കഴിഞ്ഞ് ടേക്കിംഗ് ഹിം ടു അനദർ ഹോസ്പിറ്റൽ. എന്നിട്ട് അപ്പൂപ്പൻ്റെ മരുന്നുകളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഓരോ ഹോം നേഴ്സ് വരുമ്പോഴും അപ്പൂപ്പന് ഒരു 15 മരുന്നുണ്ട്. ഈ കഥ മൊത്തം നമ്മൾ ഈ ഹോം നേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് 1-2 ദിവസം ഞാൻ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആയിപ്പോൾ. കാരണം നമുക്ക് ലൈഫിൽ വേറെ ഒന്നും ആ ദിവസം ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ 2 ദിവസം എങ്ങാണ്ടോ പോയിട്ടുള്ളത്. അമ്മ ഒരു 500 ദിവസം അപ്പൂപ്പൻ്റെ കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. ലിറ്ററലി അമ്മയുടെ തിരക്ക് ബിസി ഡേ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത്, അപ്പൂപ്പനെ ഒരു അസുഖം, അങ്ങനെ വീണ്ടും പോകും. അപ്പം കൂടെ നിന്ന് ഇത്രയും ഒരാൾ ചെയ്തു കൊടുത്തിട്ടിരിക്കുമ്പോൾ, അത് അമ്മ അപ്പൂപ്പന് വേണ്ടി ചെയ്തു കൊടുത്ത പോലെ ഈ ലോകത്താരും ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം സിംഗിൾ ഹാൻഡഡ്ലി ഐ വുഡ് സേ. കാരണം ഇപ്പോൾ ഓക്കെ അമ്മയുടെ അനിയത്തിയൊക്കെ നാച്ചുറലി അവിടെ നിന്ന് ദേ വുഡ് ഓൾസോ സെൻഡ് ദെയർ ഷെയർ ഓഫ് മണി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഫിസിക്കലി ഡൂയിങ് ദീസ് തിങ്സ് എന്ന് പറയുന്നത് ഇസ് എ tedious job. And ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബിക്കോസ് മൈ മദർ ഹാസ് കോൺസ്റ്റന്റ്ലി ഷെയർഡ് ദീസ് തിങ്സ് ഇൻ ഹെർ ബ്ലോഗ്സ്. ആൻഡ് തൻവി ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ആൾക്കാർ അസ്യൂം ചെയ്തെടുത്തതാണ് ദറ്റ് ഷീസ് ബിൻ ദ ഓൺലി വൺ സ്പെൻഡിങ്. അപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ഉണ്ട്, സിന്ധു ആൻഡ് ഫാമിലി ദേ ആർ ബ്ലഡി റിച്ച് ടീംസ്, എന്നിട്ട് പോലും വയസ്സായ അച്ഛനമ്മേനും തിരിഞ്ഞു നോക്കിയില്ലെന്ന്. എനിക്കൊന്നും പറയാനില്ല. ഇപ്പം തൻവി പറയുന്ന പോലെ തൻവിയാണ് അവരുടെ അപ്പൂപ്പൻ പറയുന്നു, നീ ഇല്ലാതെ ആരാ മക്കളെ നമ്മളെ നോക്കാനുള്ളത്. സി ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നേഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിലെ അല്ലറ ചില്ലറ പച്ചക്കറി എക്സെട്ര ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ മിനിമം വേണ്ടേ? തൻവി എല്ലാ മാസവും അമ്മൂമ്മയ്ക്ക് 50,000 രൂപ എങ്കിലും ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു പുട്ട് ഔട്ട് എ പ്രൂഫ് ആൻഡ് ലൈക്ക് ഷോ ഇറ്റ്? ആസ് ഫാർ എസ് വി നോ, അമ്മൂമ്മ തൻവിയെ വിളിച്ച് നല്ല ഡോസ് കൊടുക്കും. തൻവി കാശാക്കി അമ്മൂമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻവിക്ക് കാനഡയിൽ പോകാൻ എത്രയോ ലാക്സ് പലരും കൊടുത്തതിൽ ഇവരും കൊടുത്തിട്ടുണ്ട്. അപ്പം വെൻ ദേ നീഡ് ദ മണി ഇറ്റ് ഇസ് തൻവീസ് റെസ്പോൺസിബിലിറ്റി ടു ബി സെൻഡിങ് സംതിങ്. അപ്പോൾ തൻവി പറ്റുന്ന മാസങ്ങളിൽ തൻവിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും. അത് മോസ്റ്റ്ലി അമ്മൂമ്മയുടെ പോക്കറ്റ് മണി ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ അപ്പൂപ്പൻ്റെ മരുന്ന്, അപ്പൂപ്പൻ്റെ ഹോം നേഴ്സ്, അവരുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നവർ എൻ്റെ അമ്മയായിരുന്നു. പിന്നെ ട്രൈങ് ടു മേക്ക് നാരറ്റീവ്സ് ലൈക്ക് അവിടെ ഇരുന്ന ഒരാളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ നമ്മളെല്ലാവരും തിരിഞ്ഞു പോലും നോക്കാനില്ല. അപ്പൂപ്പന് സെപ്റ്റംബറിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇപ്പോൾ കാനഡയിൽ ഇരുന്ന് എല്ലാം നോക്കുന്ന തൻവിക്ക് അന്ന് അപ്പൂപ്പന് ചെയ്ത സർജറി എന്താണെന്നറിയാവോ? അപ്പൂപ്പൻ്റെ ഏത് ബോഡി പാർട്ടിൽ എന്ത് പ്രൊസീജിയറാണ് എക്സാക്ട്ലി ചെയ്തതെന്നറിയാവോ? ഐ മീൻ ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡോക്ടർ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ, എന്തെങ്കിലും അറിയാവോ? കാരണം ഒരിക്കൽ പോലും എന്നോടൊന്നും വന്ന് ചോദിച്ചിട്ട് പോലുമില്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അമ്മൂമ്മയുടെ എന്തായാലും ചോദിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് മൈ ഗ്രാൻഡ് മദർ ഡെഫിനറ്റ്ലി ഡസന്റ് നോ വാട്ട് ഇസ്. ഇനി അപ്പൂപ്പനും അമ്മൂമ്മയും താമസിക്കുന്ന 5 ബെഡ്റൂമുള്ള ആ വലിയ വീട് വളരെ മോശം കണ്ടീഷനിലായിരുന്നു എന്ന് തൻവി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അവരുടെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അഹാന കൃഷ്ണ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവരുടെ വീട് പോലും അലങ്കോലമായിട്ട് കിടന്നിട്ട് ഒരു ജോലിക്കാരി പോലും ഇല്ല അവിടെ.
ഷീസ് ഒരു ദിവസം പോലും അമ്മൂമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ടില്ല. ദർ ഹാസ് ഓൾവേസ് ബിൻ എ മെയ്ഡ്. അവസാനം വന്ന മെയ്ഡ് എൻ്റെ അമ്മ അറേഞ്ച് ചെയ്ത് കൊടുത്ത മെയ്ഡാണ്. ആ മെയ്ഡ് അമ്മേനെ തൊഴുതിട്ട് ഇറങ്ങിപ്പോയ അവസാനം ഈ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അമ്മൂമ്മയ്ക്ക് വൃത്തിപ്രാന്തുണ്ട്, പക്ഷേ ഷീസ് ലൈക്ക് ഈ എല്ലാം സാധനങ്ങൾ കൂട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അമ്മൂമ്മയുടെ അടുക്കളയിൽ പോയാൽ ഐ എം നോട്ട് കിഡിങ്, ഒരു മിനിമം ഒരു 150 മിൽക്കി മിസ്റ്റിൻ്റെ തീർന്ന ഡബ്ബ കിട്ടും. മുരളിയ പാലിൻ്റെ ഒരു 75 കുപ്പി കിട്ടും. അപ്പൂപ്പൻ മരിച്ച ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിൽ അന്ന് നമ്മൾ ടെക്നിക്കലി ടോക്കിംഗ് ടേംസിലല്ല, പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോട്ടെ എന്ന് പറഞ്ഞ് വീർ ഓൾ ടോക്കിംഗ്. ഞാനും അമ്മയും ചിന്നമ്മയും ദീനങ്ങളും ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞാണ് അല വാസ് ടു ക്ലീൻ ദിസ് ഹൗസ്. കാരണം അത്ര അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ആ ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. കാരണം അങ്ങനെയാണ് അമ്മൂമ്മ ആ വീടിനെ ആക്കിയിട്ടേക്കുന്നത്. ഒരു സൈഡിൽ വൃത്തിപ്രാന്ത്, പക്ഷേ വീട് ക്ലട്ടർ. ആൻഡ് അപ്പൂപ്പൻ്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ 4 പേരും പറഞ്ഞതാ, ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്ക്, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തൻവിയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം. നമുക്ക് കുറച്ച് കാർട്ടൺ ബോക്സ് മേടിച്ച് വെച്ച് ഈ കുപ്പ സാധനങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. ഇത് ഞാൻ കള്ളം പറയുവാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. ബട്ട് ഐ സ്വെയർ അപ്പോൺ മൈ ഡിസയർ ടു ബി എ ഗ്രേറ്റ് ആക്ടർ വിച്ച് യു ഓൾ നോ ഇസ് വെരി ട്രൂ. ഐ സ്വെയർ അപ്പോൺ ദാറ്റ് ആൻഡ് സേ. പുള്ളിക്കാരി സമ്മതിച്ചില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഇവർ അയ്യോ എൻ്റെ ഡബ്ബ, എൻ്റെ തേയില ഇടാനുള്ള ഡബ്ബ, വിയർ ലൈക്ക് തേയില ഇടാൻ ഒരു ഡബ്ബ പോലെ. ഇവർ 2025 ഒക്ടോബറിലാണ് ലാസ്റ്റായിട്ട് ആ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ പിന്നെ ആ അമ്മൂമ്മയായിട്ട് ഇവർ കോണ്ടാക്ട് ഇല്ല, കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഇവർ പോണത് അപ്പൂപ്പൻ മരിച്ച ദിവസമാണ്. അന്ന് ആ വീട് കിടക്കണാണ്ട് ഇവർ ഞെട്ടിപ്പോയി എന്ന് ഇവർ പറയുന്നുണ്ട്. ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഡബ്ബ, മുരളിയ പാലിൻ്റെ ഡബ്ബകളൊക്കെ നിറഞ്ഞ് ആകെ മെസ്സി ആയിട്ട് കിടക്കുന്ന വീട്. ഇവർ വേഗം അപ്പൂപ്പൻ്റെ ബോഡി കൊണ്ടുവരാറാവുമ്പോഴേക്കും ആ ഹോള് വൃത്തിയാക്കി, പിന്നെ ബാക്കിയുള്ളത് വൃത്തിയാക്കട്ടെ, മരണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യട്ടെ പറഞ്ഞപ്പോൾ അമ്മൂമ്മ അയ്യോ എൻ്റെ ഡബ്ബകൾ മാറ്റല്ലേ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഇവരെ ആ ക്ലീൻ ചെയ്യാനായിട്ട് അനുവദിച്ചില്ല എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കണം, 2 വയസ്സായ മനുഷ്യർ അങ്ങടും ഇങ്ങടും ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് സ്വയം പറ്റാത്ത ആളുകൾ ആ വീട് വൃത്തിയാക്കില്ല. ഇവർ 1 വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇവർ അങ്ങോട്ട് ചെല്ലുകയെ അമ്മൂമ്മയെ കാണുകയൊക്കെ ചെയ്തിട്ട് 1 വർഷമായി. എന്നിട്ട് അപ്പൂപ്പൻ മരിച്ചു പോയപ്പോൾ ഇവർ ചെന്ന് കണ്ടപ്പോൾ അവിടെ ആകെ മെസ്സി ചെയ്യുന്നു. വലിയ അത്ഭുതമായി. അവർ ഭയങ്കര ആരോഗ്യമുള്ളവരാണല്ലോ, ആ വീടൊക്കെ നടന്ന് ക്ലീൻ ചെയ്ത് ചിട്ടയോടുകൂടി വെക്കാൻ. അവർ ആരോഗ്യമുള്ളപ്പോൾ ആ വീട് എങ്ങനെയാണ് ഇവരൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നത്? നല്ല ക്ലീനായിട്ട് തന്നെയാണ്. വയസ്സായവർക്ക് ശാരീരികമായിട്ടുള്ള ആ ഒരു ലിമിറ്റേഷൻ ആവുമ്പോൾ അവർക്ക് ഒന്നും ക്ലീൻ ചെയ്യാൻ തോന്നില്ല. അവരുടെ മനസ്സ് പോലും ഡർട്ടായി മാറും, അഴുക്കായി മാറും. ഈ ഏകാന്തത, ഈ ശാരീരികമായിട്ടുള്ള അവശതകൾ ആ സമയത്തൊക്കെ സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അപ്പൂപ്പനെ ഞങ്ങൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട്, അമ്മൂമ്മ ഇങ്ങോട്ട് വരാറില്ല. പിന്നെ ഞങ്ങളുടെ അമ്മ അവിടെ പോയിട്ട് CCTV വെച്ചു. എന്നിട്ട് ആ CCTV 24 മണിക്കൂർ ഇരുന്ന് നോക്കുകയാണ്. ഷോ എന്തൊരു ത്യാഗമാണ് അല്ലേ. അകലെ സ്വന്തം കയ്യകലത്ത് ഒരു മകളുടെ വീടും സൗകര്യങ്ങളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ജീവിക്കുമ്പോൾ അപ്പുറത്തുള്ള അമ്മയും അച്ഛനും ഒരു CCTV ഒരു മെയിൽ നേഴ്സിനെ ആക്കി കൊടുത്ത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി എൻ്റെ അമ്മ അത്ര ഈഗറായിട്ട് അച്ഛനെയും അമ്മേനെ നോക്കി. ഇതൊക്കെ ഈ അമ്മ വയസ്സാകുമ്പോഴേ ഈ 4 പെൺകുട്ടികളും ഇങ്ങനെ തന്നെ നോക്കണം. അമ്മയും അച്ഛനെ അപ്പുറത്തിടുക, എന്നിട്ട് ഇങ്ങനെ CCTV വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ റിയാക്ട് ചെയ്യാതിരിക്കാൻ വയ്യ. ഈ അഹാനയുടെ ഇത്തരം കണക്കുകളുടെ ഒക്കെ ചെലവ് ആ അമ്മൂമ്മ അവസാനം കൊടുത്തു. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ഞാൻ ഇവിടെ കൊടുക്കാം. അഹാനയുടെ വീഡിയോ ഏകദേശം 1.5 മില്യൺ വരെ പോവാനായിട്ട് മിനിമം ചാൻസ് ഉണ്ട്. മിനിമം ആണ് കേട്ടോ. ഇപ്പം തന്നെ അത് എനിക്ക് തോന്നുന്നു 1.2 മില്യനൊക്കെ ആവാറായി. അവരുടെ വീഡിയോയുടെ സമയദൈർഘ്യം ഏകദേശം 50 മിനിറ്റാണ്. 50 മിനിറ്റുള്ള ഒരു വീഡിയോ ഇപ്പം നിലവിലുള്ള ഈ 1.2 മില്യൺ തന്നെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം മിനിമം അവർക്കൊരു 10-11 ലക്ഷം രൂപ കിട്ടും. ഇനി ഇവരുടെ വീഡിയോ ഇനിയും പോവും. അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് ഒരു 20 ലാക്സിൻ്റെ അടുത്ത് പൈസ കിട്ടും യൂട്യൂബിൽ നിന്ന്. ആ അമ്മൂമ്മേനെ കുറ്റവും തെറിയും പിച്ചത്തരവും അമ്മൂമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിളിൻ്റെ കണക്കും ഹോസ്പിറ്റലിലാക്കിയ കണക്കും സകലതും ആ അമ്മൂമ്മ തന്നെ വീട്ടി. കൊച്ചുമകൾക്ക് വളരെ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രാൻഡ് ഡോട്ടേഴ്സ് ഉണ്ടാവാൻ എന്ത് പുണ്യമാണാവോ അല്ലേ ആ അമ്മൂമ്മ ചെയ്തത്. എന്തായാലും അവരും അവരുടെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കരുണ കാണട്ടെ. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.